ഹലോ കമ്മ്യൂണിറ്റി, ഗായത്രി ഹിയർ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ അല്ലേ. മൈൻഡ് പ്യൂരിഫൈ ആവാൻ നമ്മൾ ഫാസ്റ്റിംഗ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞാൻ പോകുന്ന പാത്തിൽ ഇപ്പം ഏകാദശി ഫാസ്റ്റിംഗ്, ട്യൂസ്ഡേ ഏകാദശി ഫാസ്റ്റിംഗ് ആണ്. അതെടുക്കാം ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച്. പക്ഷേ സർവം കൃഷ്ണ അർപ്പണ വസ്തു. അപ്പോൾ ഞാൻ അതാണ് ഫോളോ ചെയ്യാറുള്ളത്. നമ്മൾ ഡീറ്റോക്സ് ഡയറ്റൊക്കെ പറയാറുണ്ടല്ലോ. അത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് റിവേഴ്സ് ആവുന്നതായിട്ടും കാണുന്നുണ്ടല്ലോ. ഫാറ്റി ലിവറും പോളിസിസ്റ്റിക് ഓവറി, യൂറിക് ആസിഡ്, പല പ്രശ്നങ്ങളും അത് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ച് അത് നമുക്ക് ഹെൽപ്ഫുള്ളാണ് 2 ദിവസം ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മൈൻഡിനും ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ മൈൻഡ്, തോട്ട്സും ഇമോഷൻസും ഒക്കെ ഹീൽ ചെയ്യാൻ നമുക്ക് പല ലെയേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ക്ലിയർ ആവാനായിട്ട് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അപ്പം ഞാനിത് പറയാൻ കാരണമെന്ന് വെച്ചാൽ, ഇപ്പം മെഡിറ്റേഷൻ നമുക്ക് ഒന്നും ഇല്ല കേട്ടോ. ഭഗവാനെ സറണ്ടർ ചെയ്യുക, തനിയെ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ള മെഡിറ്റേഷൻ മെത്തേഡ് മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. വൺസ് ഇൻ എ വൈൽ, ഒരു 6 മാസത്തിലൊരിക്കലൊക്കെ ആയിരിക്കും. ഈ ജൂൺ, ഡിസംബർ ആ ടൈമിലൊക്കെ ആണല്ലോ കുറേ പ്ലാനറ്ററി ഷിഫ്റ്റ് നടക്കുന്നത്. ഇപ്പോൾ ഈ കുറേ പ്ലാനറ്റിൻ്റെ പൊസിഷനൊക്കെ ചേഞ്ച് ആയല്ലോ. ആ ടൈമിലൊക്കെ വിചാരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഒരു മെഡിറ്റേഷൻ വെക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ റെഗുലർ മെഡിറ്റേഷനൊന്നും നമുക്കില്ല. അപ്പോൾ അതിലാണ് ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഭഗവാനെ കുറിച്ചിട്ടും ദൈവം എന്താണെന്നും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്ന അന്നേരമാണ്. അപ്പോഴാണ് ഞാനിപ്പോൾ ഡയറ്റിൻ്റെ ടോപ്പിക്ക് മാറി അതിലേക്ക് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വേണ്ടുന്നവർ മാത്രം ലിസൺ ചെയ്താൽ മതി. ആക്ച്വലി എല്ലാവർക്കും എല്ലാം ആവശ്യമില്ല. പക്ഷേ കുറേ പേര് ഹയർ ഡയമെൻഷനിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ പോകുന്നവരല്ല. ഓരോരുത്തരുടെ ജീവിത സാഹചര്യവും ഒക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകുമല്ലോ. അപ്പോൾ ഓരോരുത്തർ വന്നിരിക്കുന്ന ഓരോന്ന് ലേൺ ചെയ്യാനായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫുൾ മൂൺ ആക്ച്വലി 28 ഡേ സൈക്കിൾ, ഇപ്പം ഏകാദശി ആയാലും ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് മൂൺ സൈക്കിളുമായിട്ട് കണക്റ്റഡ് ആണ്. 2 ഏകാദശി ഒരു മാസം വരുന്നുണ്ട്. അപ്പം മേ ബി അത് പ്യൂരിഫൈ ആകാനായിരിക്കും നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വെസ്റ്റിൽ നോക്കുവാണെങ്കിൽ അവർ ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റൊക്കെ ഭയങ്കര എനർജി ക്ലിയറിങ്, ഇൻറ്റൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ പാരലൽ നമ്മളിവിടെ ചെയ്യുന്നതായിരിക്കും രാമായണ മാസം. അപ്പോൾ ഇതും കർക്കിടകത്തിൻ്റെ കുറേ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ. അത് മൈൻഡ് പ്യൂരിഫൈ ആവാൻ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഷിഫ്റ്റ് ആകും, കുറച്ചും കൂടി ഭഗവാനെ കണക്ട് ചെയ്യും. സത്യം പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഇത്രയും പ്യൂരിഫൈഡ് ആയിട്ടിരിക്കുന്നു, അപ്പം മാത്രമേ ഭഗവാനും രാധാറാണിയും നമ്മുടെ ഉള്ളിൽ വരുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ വേറെ ഒരു ഫേസിലായിരിക്കും. ഭഗവാൻ നമ്മുടെ അടുത്തോട്ട് പോലും വരില്ല. അതുകൊണ്ടാണ് ഈ ഔട്ടർ വേൾഡുമായിട്ട് ഡിസ്കണക്ട് ചെയ്യുന്നത്. ഇത് ഈ ഓരോന്ന് പറയുന്നത് തന്നെ ഒരു കർമ്മമാണ്. വേണ്ടാത്ത ആൾക്കാർ കേട്ട് ട്രിഗേർഡ് ആയാൽ പിന്നെ അത് ഒരു കാരണിക്കാൻ അത് എല്ലാം കുഴപ്പമില്ല. അറിയേണ്ടവരൊക്കെ അറിയണമല്ലോ. ചോദിക്കുന്നതിൻ്റെ ആൻസേഴ്സ് ആണല്ലോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ആൻസർ ചെയ്യാം. അപ്പോൾ ഫ്രൂട്ട്സ് ഡയറ്റ്, ഇപ്പം ഏകാദശിക്കാണെങ്കിൽ നമ്മൾ മിൽക്കും യൂസ് ചെയ്യാം, പിന്നെ ഫ്രൂട്ട്സും യൂസ് ചെയ്യാം. ബാക്കിയുള്ള ഗ്രെയിൻസും എല്ലാം അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നിർജ്ജല ഏകാദശി എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ബോഡി സിസ്റ്റം നോക്കിയിട്ട് അസുഖങ്ങളുള്ളവരാണെങ്കിൽ അങ്ങനെ അതൊക്കെ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് ചെയ്യുക. എല്ലാവർക്കും എല്ലാം പറ്റത്തില്ലായിരിക്കും. ഓക്കെ.